ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻസ് ആണ്. ഇന്ന് നമ്മൾ ഫങ്ഷൻസിൻ്റെ ഫോറിയർ സീരീസ് കാണാൻ പഠിച്ചിരുന്നു. അതായത് ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വിത്ത് പീരീഡ് 2L, അതിൻ്റെ ഇൻ്റർവെൽ -L തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ പഠിച്ചു. സൈനിൻ്റെയും കോസിൻ്റെയും കോഎഫിഷ്യൻസ് ആയിട്ടുള്ള AN, BN, കോൺസ്റ്റൻറ്റ് ടേമായ A0 കണ്ടുപിടിക്കാനുള്ള ഓയിലർ ഫോർമുലാസ് പഠിച്ചു. ഇനി ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കൊരു ഫോറിയർ കൊസൈൻ സീരീസ് ആയിരിക്കും കിട്ടുന്നത്. അതിനകത്ത് സൈൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ 0 ആയിരിക്കും. ബാക്കി കോസിൻ്റെ കോഎഫിഷ്യൻസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതിന് തന്നെ സിംപ്ലിഫൈ ചെയ്ത ഒരു ഫോർമുല നമ്മൾ പഠിച്ചു. അതേപോലെ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ വരുന്ന ഫോറിയർ സീരീസ് ഒരു ഫോറിയർ സൈൻ സീരീസ് ആയിരിക്കും. അതിലെ കോസിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം 0 ആയിരിക്കും. സൈൻ്റെ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത ഇക്വേഷൻസ് നമ്മൾ കണ്ടു. പീരീഡ് 2L ആയിട്ടുള്ള കേസിലും പീരീഡ് 2π ആയ കേസിലും ഒക്കെ നമ്മൾ കണ്ടു. ഓക്കെ, ഇനി കാണാൻ പോകുന്നത് ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻസ് ആണ്. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഹാഫ് പീരീഡ് ഇൻ്റർവെല്ല് തന്നിട്ടുള്ളൂ. അതായത് 0L എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ് കാണാനാണ് പറയുന്നത്. അതായത് നമുക്ക് അങ്ങനെ വരുമ്പം നമ്മുടെ തന്നിരിക്കുന്ന ഫോർമുലയൊക്കെ -L ഇൻ്റർവെല്ലിലുള്ള 2L പീരീഡിലുള്ള ഫംഗ്ഷൻസിൻ്റെ ഫോർമുലകളായിരുന്നു. അപ്പോൾ നമുക്കിവിടെ പറയുന്നത് ഈ ഫംഗ്ഷൻ ഓപ്പൺ ഇൻ്റർവൽ 0L എന്ന് പറയുന്ന പീരീഡിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഫോറിയർ സീരീസാണ് കാണേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഫംഗ്ഷനെ എക്സ്റ്റെൻഡ് ചെയ്ത് -L എന്ന ഇൻ്റർവെല്ലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യും? കിട്ടുന്ന ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷനോ ഓഡ് ഫംഗ്ഷനോ ആവുന്ന പോലെ എക്സ്റ്റെൻഡ് ചെയ്യും. എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൽ അതായത് 0L ഫംഗ്ഷൻ്റെ ഒരു വലിയൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. അതിൻ്റെ 0L വാല്യൂ തന്നിരിക്കുന്ന ഫംഗ്ഷൻ തന്നെ -L തൊട്ട് 0 വരെ വേറെ എന്തെങ്കിലും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ആ ഫംഗ്ഷനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിപ്പോൾ ഈ ഫംഗ്ഷനെ ഓഡ് ഫംഗ്ഷനായിട്ട് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് ഈ ഫംഗ്ഷനെ ഈവൻ ഫംഗ്ഷനായിട്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്ന ഫംഗ്ഷൻ ഈവനോ ഓഡോ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫോറിയർ സീരീസ് കാണാൻ അറിയാം. -L to L ഒരു ഫംഗ്ഷൻ ആയിരിക്കും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നത്. അത് ഈവൻ ഫംഗ്ഷനോ ഓഡ് ഫംഗ്ഷനോ ആണെങ്കിൽ നമുക്കതിൻ്റെ ഫോറിയർ സീരീസ് കാണാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ ആ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന ഏത് സീരീസാണോ കിട്ടുന്നത് അതായിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ്. അത് സൈൻ സീരീസ് ആണെങ്കിൽ ഫോറിയർ സൈൻ സീരീസ് ആയിരിക്കും. ഹാഫ് റേഞ്ച് സൈൻ സീരീസ് എന്ന് പറയും. അത് കോസൈൻ സീരീസ് ആണെങ്കിൽ നമ്മളതിനെ ഹാഫ് റേഞ്ച് കോസൈൻ സീരീസ് എന്നും പറയും. ഓക്കെ, അത് നമുക്ക് വിശദമായിട്ട് കാണാം. സപ്പോസ് we have to obtain a Fourier series expansion of a function f of x defined on open interval 0L, which is the half period of the function. Then we can extend f of x to -L in such a way that f of x is either even or odd. Fourier expansion of such function therefore obtains cosines or therefore contains cosines or sin terms only. അതാണ് ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും അതിൻ്റെ ഇൻ്റർവെല്ലായിട്ട് ഓപ്പൺ ഇൻ്റർവൽ 0L എന്ന് പറയുന്ന ഒരു ഹാഫ് പീരീഡ് ഇൻ്റർവെല്ലാണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഫംഗ്ഷനെ -L എന്നുള്ള ഇൻ്റർവെല്ലിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വേറൊരു ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാകുന്ന ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷനോ ഓഡ് ഫംഗ്ഷനോ ആവുന്നത് പോലെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്ന ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ നമുക്കൊരു ഫോറിയർ കൊസൈൻ സീരീസും ഓഡാണെങ്കിൽ ഫോറിയർ സൈൻ സീരീസും കിട്ടും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഫോറിയർ കൊസൈൻ സീരീസ് ആയിരിക്കും. ഫംഗ്ഷൻ ഓഡാണെങ്കിൽ ഫോറിയർ സൈൻ സീരീസ് ആയിരിക്കും. അതിന് കാരണം ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ അവിടെ കോസിൻ്റെ കോഎഫിഷ്യൻസ് മാത്രമേ നോൺ സീറോ ആയിട്ടുണ്ടാവുള്ളൂ. സൈൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം 0 ആയി പോകും. അതുപോലെ ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ അവിടെ കോസിൻ്റെ
കോഎഫിഷ്യൻസ് ഒക്കെ 0 ആയി പോകും. അതുകൊണ്ടാണ് അവിടെ നമുക്ക് സൈൻ സീരീസ് ഇവിടെ കോസ് സീരീസ് കിട്ടുന്നത്. ഓക്കെ, ഇനി അതാണ് കാണുന്നത്. സപ്പോസ് ഇറ്റ് ഈസ് ഇത് സൈൻ സീരീസ് എങ്ങനെയാണോ ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഉണ്ട് f(x), ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെൽ 0 ആണ്. നമ്മളെങ്ങനെ ഫോറിയർ സൈൻ സീരീസ്, ഹാഫ് റേഞ്ച് സൈൻ സീരീസ് എന്ന് പറയും. ഹാഫ് റേഞ്ച് സൈൻ സീരീസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് പറയുന്നത്. സപ്പോസ് ഇറ്റ് ഈസ് റിക്വയർഡ് ടു എക്സ്പാൻഡ് f(x) ആസ് എ സൈൻ സീരീസ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ 0L. ഈ 0L എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഒരു സൈൻ സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടു ഗെറ്റ് എ സൈൻ സീരീസ് വി ഹാവ് ടു കൺസിഡർ ആൻ ഓഡ് പീരിയോഡ് extension capital f(x) of small f(x) defined by capital f(x) equal to small f(x) in interval 0 to L and minus of f of minus x in minus L to 0. അതായത് ശ്രദ്ധിക്കുക, 0 to Lൽ നമുക്ക് ഫംഗ്ഷൻ സ്മോൾ f(x) ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. അതായത് നമ്മൾ അടുത്ത എക്സ്റ്റൻഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ക്യാപിറ്റൽ f(x) ഈക്വൽ ടു ഈ ഇൻ്റർവെല്ലിൽ 0 തൊട്ട് L വരെ ഫംഗ്ഷൻ്റെ വാല്യൂ തന്നിരിക്കുന്ന ഫംഗ്ഷൻ വാല്യൂ തന്നെ. ബാക്കിയുള്ള മൈനസ് L തൊട്ട് 0 വരെ എന്ത് ചെയ്തു? മൈനസ് ഓഫ് f ഓഫ് മൈനസ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്തു. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ f ഓഫ് മൈനസ് എക്സ് എടുത്താൽ എന്ത് കിട്ടും? ക്യാപിറ്റൽ f ഓഫ് മൈനസ് എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് f ഓഫ് എക്സ് മൈനസ് ക്യാപിറ്റൽ f ഓഫ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ക്യാപിറ്റൽ f ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് ക്യാപിറ്റൽ f ഓഫ് എക്സ് എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? ക്യാപിറ്റൽ f ഈസ് എ ഓഡ് ഫംഗ്ഷൻ എന്നാണ് അതിൻ്റെ മീനിങ്. മാത്രമല്ല ഈ ക്യാപിറ്റൽ f ഓഡ് ഫംഗ്ഷൻ മാത്രമല്ല, അതിൻ്റെ 0 തൊട്ട് L വരെയുള്ള പോർഷൻസിലെ ഫംഗ്ഷൻ വാല്യൂ നമുക്ക് തന്നിരിക്കുന്ന സ്മോൾ f ഓഫ് എക്സ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫോറിയർ സീരീസ് ഇനി കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ സ്മോൾ f ഓഫ് എക്സിൻ്റെ ഒരു സൈൻ സീരീസ് തന്നെയായിരിക്കും. അതാണ് കാണുന്നത്. Since capital f of x equal to small f of x for all x belongs to open interval 0L, capital F of x is an extension of small f of x. Also, capital F of x is defined in such a way that it is an odd function in minus L to L by its definition itself. Hence, the Fourier series of capital F of x is a Fourier sine series, and it is the Fourier sine series for small f of x in open interval 0L. അതായത് നമുക്കിവിടെ കിട്ടി ക്യാപിറ്റൽ f of x എന്ന ഫംഗ്ഷനായിട്ട് നമ്മൾ ഈ സ്മോൾ f of xനെ എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ കിട്ടിയപ്പോൾ ഈ ക്യാപിറ്റൽ f of x ഒരു ഓഡ് ഫംഗ്ഷനും ആയിരുന്നു ഇൻ മൈനസ് L to L. സോ നമുക്കതിൻ്റെ ഫോറിയർ സൈൻ സീരീസ് നമുക്ക് കിട്ടും. ആ ഫോറിയർ സൈൻ സീരീസ് ഓഫ് ക്യാപിറ്റൽ f of x തന്നെയാണ് എന്ത്? ഫോറിയർ സൈൻ സീരീസ് ഓഫ് സ്മോൾ f of x in open interval 0L. Hence, the half-range expansion of small f of x in open interval 0L as a sine series is given by f of x equal to series n equal to 1 to infinity bn sin n pi x by L, where bn equal to 2 by L integral from 0 to L capital f of x sin n pi x by L dx. ഇവിടെ നോക്കുക, ഫോറിയർ സൈൻ സീരീസ് ഓഫ് ക്യാപിറ്റൽ f of xൻ്റെ ഫോർമുല തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഫോറിയർ സീരീസ് എന്ന് പറയുമ്പോൾ സമ്മേഷൻ bn സൈൻ n pi x by Lഉം പിന്നെ അതിൻ്റെ കോഎഫിഷ്യൻസ് bn കണ്ടുപിടിക്കാനുള്ള ഫോറിയർ സൈൻ സീരീസിൻ്റെ ഫോർമുലയാണ് ഈ കിടക്കുന്നത്. സിംപ്ലിഫൈ ചെയ്ത ഫോർമുല 2 by L ഇൻ്റഗ്രൽ ഫ്രം 0 to L ക്യാപിറ്റൽ f of x സൈൻ n pi x by L. പക്ഷെ നമുക്കറിയാം 0 to Lൽ ക്യാപിറ്റൽ f of xൻ്റെ വാല്യൂ നമുക്ക് സ്മോൾ f of x തന്നെയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ക്യാപിറ്റൽ f of xന് പകരം സ്മോൾ f of x വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ നമുക്ക് എങ്ങനെ കിട്ടും? bn ഈക്വൽ ടു 2 by L ഇൻ്റഗ്രൽ ഫ്രം 0 to L സ്മോൾ f of x സൈൻ n pi x by L dx. സോ bnൻ്റെ വാല്യൂ കിട്ടി. സോ സ്മോൾ f of x ഓൺ ആൻ ഇൻ്റർവെൽ 0 to L തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഹാഫ് റേഞ്ച് സൈൻ സീരീസ്, ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ് കിട്ടാനായിട്ട് ജസ്റ്റ് ഈവൻ ഫങ്ഷൻസിൻ്റെ ഓഡ് ഫങ്ഷൻസോ ആയിട്ട് ആ ഫങ്ഷനെ കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ഫോറിയർ സീരീസ് കാണുന്ന ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് സാധാരണ ഒരു പ്രോബ്ലം തരുമ്പോൾ
ഹാഫ് റേഞ്ച് സീരീസ് സൈൻ സീരീസ് കാണാൻ പറയുമ്പോൾ നമ്മളെ അതിനെ ഫങ്ഷനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് നേരെ ഫോർമുലയിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇവിടെ നോക്കാം, ഇനി അതിനെ കൊസൈൻ സീരീസ് ആയിട്ടും നമുക്ക് മാറ്റാൻ പറ്റും. 2 ഹാഫ് റേഞ്ച് സീരീസ് ഏത് ഫംഗ്ഷൻ തന്നാലും അതിന് 2 സീരീസ് എക്സ്പാൻഷൻസ് കിട്ടും. ഒന്ന് അതിൻ്റെ സൈൻ സീരീസ് എക്സ്പാൻഷൻ, ആ ഫംഗ്ഷനെ നമ്മൾ ഓഡ് ഫംഗ്ഷനായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് വഴി കിട്ടുന്നതാണ് അതിൻ്റെ സൈൻ സീരീസ് എക്സ്പാൻഷൻ. അതേ ഫംഗ്ഷനെ തന്നെ നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഒരു ഈവൻ ഫംഗ്ഷനാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ ഒരു കൊസൈൻ സീരീസും കിട്ടും. അങ്ങനെ ഹാഫ് റേഞ്ച് സീരീസ് 2 എണ്ണം കിട്ടും. ഹാഫ് റേഞ്ച് സൈൻ സീരീസും കിട്ടും, ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസും കിട്ടും. അങ്ങനെ ചോദിക്കും. ഫസ്റ്റ് നമുക്ക് കൊസൈൻ സീരീസ് സൈൻ സീരീസ് കണ്ടു, ഇനി കൊസൈൻ സീരീസ് നോക്കാം. ദ കൊസൈൻ സീരീസ്. സപ്പോസ് ഇറ്റ് ഈസ് റിക്വയർഡ് ടു എക്സ്പ്രസ് എഫ് ഓഫ് എക്സ് ആസ് എ കൊസൈൻ സീരീസ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ 0L. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഓപ്പൺ ഇൻ്റർവൽ 0L ഒരു കൊസൈൻ സീരീസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ, ടു ഗെറ്റ് ദ കൊസൈൻ സീരീസ് expansion we have to consider an even periodic extension capital F of x of small f of x defined by this way. അതായത് നമുക്ക് ഈ കൊസൈൻ സീരീസ് കിട്ടണമെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മളൊരു ഈവൻ ഫംഗ്ഷനാക്കി മാറ്റിയാലേ നമുക്ക് കൊസൈൻ സീരീസ് കിട്ടുള്ളൂ. സോ നമ്മളെങ്ങനെ ഡിഫൈൻ ചെയ്യും? 0 to L ഫംഗ്ഷൻ വാല്യൂ സ്മോൾ എഫ് ഓഫ് എക്സ് തന്നെ. ഇനി -L to 0 വരെ നമ്മളെങ്ങനെ ഡിഫൈൻ ചെയ്യും? എഫ് ഓഫ് -x എന്ന് ഡിഫൈൻ ചെയ്യും. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ എഫ് ഓഫ് -x ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ഇൻ ഡൊമെയിൻ ഓഫ് എഫ് എന്ന് കിട്ടും. സോ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഈവൻ ഫംഗ്ഷനായിട്ട് കിട്ടി. സോ അതിൻ്റെ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് ഒരു ഫോറിയർ കൊസൈൻ സീരീസ് ആയിരിക്കും. ആ കൊസൈൻ സീരീസ് ആയിരിക്കും സ്മോൾ എഫ് ഓഫ് എക്സിൻ്റെ കൊസൈൻ സീരീസ്. ഓക്കെ, സിൻസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ 0L, 0L ഈ ഫംഗ്ഷൻ്റെ വാല്യൂ സ്മോൾ എഫ് ഓഫ് എക്സ് തന്നെയാണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ഇൻ 0 to L, സോ ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഫംഗ്ഷൻ. ക്യാപിറ്റൽ എഫ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയും. ഓൾസോ the definition of f of x indicates that is an even function on open interval -L to L. ഈ ഡെഫിനിഷൻ വെച്ച് തന്നെ നമ്മളിപ്പോൾ കണ്ടു. ക്യാപിറ്റൽ എഫ് ഓഫ് -x എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ് കിട്ടുക. സോ ഇറ്റ്സ് ആൻ ഈവൻ ഫംഗ്ഷൻ ഇൻ -L to L. Hence the Fourier series of capital F is a Fourier cosine series, and it is the Fourier series for small f of x in open interval 0L. Hence the half range cosine expansion of small f of x in open interval 0L is given by these formulas. ഇത് ഫോറിയർ കൊസൈൻ സീരീസിൻ്റെ ഫോർമുലയാണ് തന്നിട്ടുള്ളത്. ഇതിനകത്ത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് നമുക്ക് 0 to L ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സ്മോൾ എഫ് ഓഫ് എക്സ് ആയതുകൊണ്ട് നമുക്കിവിടെ അത് ചേഞ്ച് ചെയ്ത് കൊടുത്തു. അതുതന്നെ എൻ്റെ ഇക്വേഷനിലും അവിടെ മാറ്റി കൊടുത്തു. അത്രയും വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ഫോറിയർ കൊസൈൻ സീരീസ് കാണാനുള്ള ഇക്വേഷൻ തന്നെ. അതിനകത്ത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ 0 to L ഈ ഫംഗ്ഷൻ്റെ വാല്യൂ സ്മോൾ എഫ് ഓഫ് എക്സ് ആയതുകൊണ്ട് അവിടെ സ്മോൾ എഫ് ഓഫ് എക്സ് കൊടുത്തു. സോ ഇത് അത്ര തന്നെ. ഇവിടെ നമ്മൾ സൈൻ സീരീസ് കണ്ടതുപോലെ ഇവിടെ കൊസൈൻ സീരീസ് വേർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 പ്ലസ് summation n equal to 1 to infinity an cos n pi x by L, where a0 equal to 1 by L integral from 0 to L capital F of x dx, which is equal to 1 by L integral 0 to L small f of x dx, and an equal to 2 by L integral from 0 to L capital F of x cos n pi x by L, n pi x by L, and which is equal to 2 by L integral 0 to L small f of x cos n pi x by L dx, where n equal to 1, 2, 3 etc. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ പ്രോബ്ലം 1 കാണാം. ഫൈൻഡ് 2 ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻസ് ഓഫ് ദ ഫംഗ്ഷൻ f of x equal to x in 0 to 0 less than x less than 2. നമുക്ക് ക്വസ്റ്റ്യൻ ഈ മോഡലാണ് വരിക. 2 ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻസ് കാണണം. അതായത് അതിൻ്റെ സൈൻ സീരീസ് എക്സ്പാൻഷനും കാണണം, കോസ് സീരീസ് എക്സ്പാൻഷനും കാണണം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of x equal to x in 0 less than x less than 2.
നോക്കാം, ഇൻ്റർവെൽ നോക്കാം. 0 <x <2 എന്ന ഫോമിലാണ് ഇൻ്റർവെൽ കിടക്കുന്നത്. സോ നമ്മൾ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യണം, ഇത് ഹാഫ് പീരീഡാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ -2 to 2 വരുന്നത് പോലെ ഈ ഫംഗ്ഷനെ മാറ്റി എഴുതുന്നു. ഇത്ര എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ ആകുമ്പോൾ ഓൾറെഡി നമുക്കറിയാം, ഫോമുല അറിയാം. ഇതാണ് ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസിൻ്റെ ഫോമുല. ഇവിടെ മുകളിൽ കൊടുത്താണ് ഹാഫ് റേഞ്ച് സൈൻ സീരീസിൻ്റെ ഫോമുല. നേരെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതിയാവും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എഴുതി നമുക്ക് സ്റ്റെപ്പായിട്ട് ചെയ്യാം. കൺസിഡർ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ്, അതായത് എക്സ് ഇൻ 0 to 0 <x <2, അതിൻ്റെ മൈനസ് ഓഫ് എഫ് ഓഫ് -x ഇൻ -2 <x<0. ഇങ്ങനെ ഡിഫൈൻ ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ഈ ഫംഗ്ഷൻ്റെ എക്സ്റ്റെൻഡ് ചെയ്തൊരു ഓഡ് ഫംഗ്ഷൻ ആക്കാൻ വേണ്ടിയാണ്. ഓഡ് ഫംഗ്ഷൻ ആക്കുമ്പോൾ നമുക്ക് സൈൻ സീരീസ് കിട്ടും. 0 to 2 എക്സ് എന്നും -2 <x<0 മൈനസ് ഓഫ് -x, അതായത് എക്സ് എന്ന് തന്നെ വന്നു അല്ലേ, എക്സ് എന്ന് തന്നെ. അതായത് എഫ് ഓഫ് എക്സ് കിട്ടിയ എക്സ് ഫോർ ഓൾ എക്സ് ഇൻ -2 to 2, അതാണ് നമ്മുടെ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതെന്ത് ഫംഗ്ഷനാണ്? ഒരു ഓഡ് ഫംഗ്ഷനാണ്. -2 to 2 എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഓഡ് ഫംഗ്ഷനാണ്. മാത്രമല്ല നമുക്ക് അതൊരു എക്സ്റ്റൻഷൻ ഓഫ് സ്മോൾ എഫ് ഓഫ് എക്സ് ആണ്. കാരണം 0 to 2 ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് തന്നെയാണ്. സോ ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 4 ആണ് പീരീഡ് വരുന്നത്. സോ എൽ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. 0 to 2 ആണ്. എൽ എന്ന് പറയുന്നത് 2 ആണ്. നമുക്ക് ഇക്വേഷൻ അറിയാം. ഇക്വേഷന് ഇത് ഈ ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതിന് സൈൻ സീരീസാണ് ഉള്ളത്. അതായത് അതിൻ്റെ ഫോറിയർ സൈൻ സീരീസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഫോറിയർ സൈൻ സീരീസ് ആയിരിക്കും നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഫോറിയർ ഹാഫ് റേഞ്ച് സൈൻ സീരീസ്. സോ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ സൈൻ സീരീസ് സമ്മേഷൻ n = 1 to ∞ bn sin n pi x by l, എല്ലിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. bn = 2/l × 0 to l ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് sin n pi x by l dx. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 to 2 എന്താണ്? സ്മോൾ എഫ് ഓഫ് എക്സ് തന്നെയാണ്. അത് കൊടുത്തു. 0 to 2 എക്സ് തന്നെയാണ്. എക്സ് എന്നാണ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഒരു എക്സ് ആണ്. സോ എക്സ് sin n pi x by 2 dx. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് dx. ഇനി അത് വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവുകയാണ്. 0 to 2 ആണ് ലിമിറ്റ്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിന് ഇൻ്റഗ്രേഷൻ്റെ പാർട്സ് എല്ലാം തീർന്നത് കൊണ്ട് നമ്മളവിടെ 0 to 2 ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഇനി ഇവിടെ ഒരു ഇൻ്റഗ്രേഷൻ കൂടി ഉണ്ടായിരുന്നു. അതുകൂടെ കംപ്ലീറ്റ് ആക്കി നമ്മളവിടെയും 0 to 2 ലിമിറ്റ് അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്ത് വന്നപ്പോൾ -4/n/ cos n/, എന്ന് പറഞ്ഞു. cos n/യുടെ വാല്യൂ -1/n ആണ്. ഈവൻ മൾട്ടിപ്പിൾസിൽ കോസിൻ്റെ വാല്യൂ 1ഉം ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് പൈയിൽ കോസിൻ്റെ വാല്യൂ -1ഉം ആണ്. സോ അത് നമ്മൾ എഴുതി. ഈ മൈനസ് കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് 4/n/, -1/n+1 എന്ന് നമുക്ക് bn കിട്ടി. ഇത് ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ക്യാപിറ്റൽ എഫ് ഇവിടുത്തെ ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതിന് എ ടേംസ് ഇല്ല. സോ bn ടേംസ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഫോറിയർ സീരീസ് എക്സ്പാൻഷനിൽ കൊടുത്തു. അപ്പോൾ ഇത് തന്നെയാണ് എന്ത്? ഫോറിയർ സീരീസ് ഓഫ് സ്മോൾ എഫ് ഓഫ് എക്സ് ഇൻ 0 to 2 എന്ന് നമ്മൾ കണ്ടു. സോ സീരീസ് n = 1 to ∞ bn sin n pi x by l equal to സീരീസ് n = 1 to ∞ 4 × -1n+1 by n pi sin n pi x by 2. So which is equal to 4/pi sin n pi sin pi x by 2 minus 1/2 into sin 2 pi x by 2 plus 1/3 into sin 3 pi x by 2 minus etc. which is the required half range sine series expansion. Similarly നമ്മൾ എന്ത് ചെയ്യണം? ഹാഫ് റേഞ്ച് കോസ് സീരീസ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഫംഗ്ഷനെ ഈവൻ ഫംഗ്ഷനാക്കി എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് = -2 0 എഫ് ഓഫ് -x എന്ന് ഡിഫൈൻ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഈവൻ ഫംഗ്ഷനായിട്ട് ഫംഗ്ഷനെ മാറ്റിയെടുക്കും. അപ്പോൾ നമുക്കൊരു കോസൈൻ സീരീസ് കിട്ടും. അതായിരിക്കും ഹാഫ് റേഞ്ച് കോസൈൻ സീരീസ് ഓഫ് സ്മോൾ എഫ് ഓഫ് എക്സ്. സിമിലർലി ഹാഫ് റേഞ്ച് കോസൈൻ സീരീസ് എങ്ങനെ കാണും? ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് = സ്മോൾ എഫ് ഓഫ് എക്സ് ഇൻ 0 <x <2 ആൻഡ് എഫ് ഓഫ് -x in -2 <x <0.
ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. അതായത് എക്സ് 0 to 2 മൈനസ് എക്സ് ഇൻ -2 to 0. സോ നമുക്ക് കിട്ടിയത് ഇത് മോഡ് എക്സിൻ്റെ ഡെഫിനേഷനാണ്. മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അതൊരു ഈവൻ ഫംഗ്ഷനാണ്. ഇതൊരു ഈവൻ ഫംഗ്ഷനാണ്. അല്ലെങ്കിൽ നോക്കുക, എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് ഫോർ ഓൾ എക്സ് ഇൻ 0 to -2 to 2. ഇവിടെ എൽ എന്ന് പറയുന്നത് 2 തന്നെയാണ്. സോ നമുക്ക് കൊസൈൻ സീരീസ് ആയിരിക്കും കിട്ടുക. കോസൈൻ സീരീസ് കാണാനുള്ള ഇക്വേഷൻ a0 പ്ലസ് സമ്മേഷൻ n = 1 × an cos n by x by l. ഇനി an കാണാനായിട്ട് a0 കാണാൻ 1/l integral 0 to l capital F of x dx, that is 1/l integral 0 to l small f of x dx, which is equal to 1/2 integral 0 to 2 x dx, which is equal to 1 എന്ന് കിട്ടി. സോ അതുപോലെ an കണ്ടുപിടിച്ചു. an സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. integral 0 to 2 x cos n by x by 2 dx. integration by parts വേണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു integral of the second minus integral of derivative of first into integral of the second, which is equal to ലിമിറ്റ് റേഞ്ച് നമ്മൾ അപ്ലൈ ചെയ്തു. അങ്ങനെ ചെയ്ത അവസാനം നമുക്ക് 4/n² π² ഇൻറ്റു കോസ് n by മൈനസ് കോസ് 0 എന്ന് വന്നു. കോസ് n by -1/n ആണ്. കോസ് 0യുടെ വാല്യൂ 1 ആണ്. സോ ഇങ്ങനെ കിട്ടി. ഇതാണ് an ആയിട്ട് കിട്ടിയത്. സോ ഇനി നമ്മൾ ഇത് കൊണ്ടുപോയി നമ്മളെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഫൊറിയർ കൊസൈൻ സീരീസ് ഓഫ് സ്മോൾ എഫ് ഓഫ് എക്സ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ 0 to കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് നോക്കുക. a0 പ്ലസ് സമ്മേഷൻ n = 1 × an cos n pi x by 2. a0 പകരം a0 1 ആയിരുന്നു. അതുപോലെ an പകരം നമുക്ക് കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ n = 1 2 3 എക്സെട്ര 3-4 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇതിനകത്തെല്ലാം -8/π² കോമൺ ഉണ്ടായിരുന്നു, പുറത്തെടുത്തു. 1 - 8/π² ഇൻറ്റു ബാക്കി സീരീസ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ കോസൈൻ സീരീസും കിട്ടി. സോ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. വിത്ത് ഇൻ്റർവൽ 0 to 2 എന്ന ഇൻ്റർവെല്ലായിരുന്നു തന്നത്. നമ്മളപ്പോൾ അതിന് കോസൈൻ സീരീസ് കാണാനുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സൈൻ സീരീസ് കാണാനുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയും ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ കാണാം. ഫൈൻഡ് ദ 2 ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻസ് ഓഫ് ദ ഫംഗ്ഷൻ f of x = π - x in 0 to π. ഇവിടെ നോക്കാം, ഇതൊരു ഹാഫ് റേഞ്ച് പീരീഡാണ് തന്നിട്ടുള്ളത്. അപ്പം ഹാഫ് പീരീഡ് ഇൻ്റർവെല്ലാണ് തന്നിട്ടുള്ളത്. സോ ഈ ഫംഗ്ഷൻ്റെ പീരീഡ് എന്ന് പറയുന്നത് π ആയിരിക്കും. 0 to l ഫോമിലാണ്. l π ആണ്. -π to π ഈ ഫംഗ്ഷനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ എക്സ്റ്റെൻഷൻ്റെ ഫംഗ്ഷൻ. സോ നമുക്ക് ഈവനായിട്ട് ഓടായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈവൻ സീരീസ്, ഓഡ് സൈൻ സീരീസ്, കോസ് സീരീസ്, 2 സീരീസും കിട്ടും. സോ അത്രയും സ്റ്റെപ്പൊന്നും എഴുതാതെ തന്നെ നേരെ നമുക്ക് ഇക്വേഷൻ അറിയാം. സൈൻ സീരീസ് കാണാനുള്ള ഇക്വേഷൻ, അതിൻ്റെ ഫോമുല കാണാനും ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് സ്മോൾ എഫ് ഓഫ് എക്സ് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അതുപോലെ കോസ് സീരീസ് കാണാനുള്ള ഫോമുല അറിയാം, അതേപോലെ ചെയ്താൽ മതി. ആദ്യം ഹാഫ് റേഞ്ച് സൈൻ സീരീസ്. അതായത് ഹാഫ് റേഞ്ച് സൈൻ സീരീസ് എന്ന് പറയുമ്പോൾ സൈൻ്റെ ടേംസ് മാത്രമുള്ള സീരീസ്. ഹാഫ് റേഞ്ച് കോസൈൻ സീരീസ് എന്ന് പറയുമ്പോൾ a0 പ്ലസ് സമ്മേഷൻ കോസ് an cos n by x by l, ആ സീരീസാണ് കോസ് സീരീസ്. പിന്നെ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് സമ്മേഷൻ n = 1 × bn sin n by x by l. ഇനി bnൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. l എന്ന് പറയുന്നത് ഇവിടെ π ആണ്, അത് തന്നിട്ടുണ്ട്. സോ നമ്മൾ π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ സമ്മേഷൻ n = 1 × bn sin nx എന്നായി. bn കണ്ടുപിടിക്കാൻ 2/l integral 0 to l small f of x sin n by x by l dx. f of xന് പകരം നമ്മൾ π - x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തതാണ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്. ഇങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രേഷൻ്റെ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവസാനം 2/n എന്ന് കിട്ടും. ഓക്കെ, 2/n ഫോർ n = 1 2 3 എക്സെട്ര. സോ bn കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ സീരീസ് കിട്ടാൻ ദ റിക്വയർഡ് സൈൻ സീരീസ് ഫോർ f of x in 0 to π ഈസ് സമ്മേഷൻ n = 1 × bn sin nx ഈക്വൽ ടു സമ്മേഷൻ n = 1 × 2/n sin nx, which is equal to 2 × n-ന് 1 2 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സോ ഇറ്റ് ഈസ് ദ ഹാഫ് റേഞ്ച് സൈൻ സീരീസ്. ഇതേപോലെ തന്നെ ഹാഫ് റേഞ്ച് കോസൈൻ സീരീസ് നിങ്ങൾ ബാക്കിയായിട്ട് എഴുതിയേക്കുക.